ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. മഹാനായ ചവന മഹർഷിയുടെ കഥയാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് അന്ധത വന്നതെന്നും സുകന്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയായത് എങ്ങനെയാണെന്നെല്ലാം നിങ്ങൾ കേട്ടുവോ? കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കണം കേട്ടോ. ചവന മഹർഷിക്ക് കാഴ്ചശക്തി തിരികെ ലഭിച്ച് അദ്ദേഹം ഒരു യുവാവായത് എങ്ങനെയാണെന്ന് നമുക്കിനി കേൾക്കാം. മഹർഷിയുടെ ഭാര്യയായ ശേഷം സുകന്യ അദ്ദേഹത്തെ വളരെ ഭക്തിയോടുകൂടി ശുശ്രൂഷിച്ചു പോന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ സോമപാനം നിഷേധിക്കപ്പെട്ട അശ്വിനി ദേവന്മാർ അലഞ്ഞു തിരിഞ്ഞ് മഹർഷിയുടെ ആശ്രമത്തിന് സമീപം എത്തിച്ചേർന്നു. അവർ സുന്ദരിയായ സുകന്യയെ കണ്ടുമുട്ടുകയും അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്തു. അന്ധനും വൃദ്ധനുമായ മഹർഷിയെ ഉപേക്ഷിച്ച് തങ്ങളിലൊരാളെ ഭർത്താവായി സ്വീകരിക്കുവാൻ അവർ സുകന്യയോട് ആവശ്യപ്പെട്ടു. കോപിഷ്ഠയായ സുകന്യ അവരുടെ ആവശ്യത്തെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. പല വിധത്തിലും അവളെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും വിലപ്പോയില്ല. അപ്പോൾ അവരൊരു ഉപാധി വച്ചു. മഹർഷിയെ ചികിത്സിച്ച് കാഴ്ചശക്തി നേടിക്കൊടുക്കാമെന്നും തങ്ങളെപ്പോലെ തന്നെ ഒരു യുവാവാക്കി മാറ്റാമെന്നും അവർ സുകന്യയ്ക്ക് വാക്കുകൊടുത്തു. യുവത്വം തിരികെ ലഭിക്കുമ്പോൾ അദ്ദേഹം തങ്ങളിൽ ഒരാളെപ്പോലെയേ തോന്നുകയുള്ളൂവെന്നും ആ 3 പേരിൽ നിന്നും ഒരാളെ ഭർത്താവായി സ്വീകരിക്കണമെന്നും അവർ ഒരു ഉപാധി വച്ചു. തൻ്റെ ഭർത്താവിന് കാഴ്ചശക്തി ലഭിക്കണമെന്ന് സുകന്യയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ 3 പേരിൽ ഒരാളെ ഭർത്താവായി സ്വീകരിക്കണമെന്ന ആ ഉപാധിയിൽ എന്തോ ഒരു ചതി ഉണ്ടാകുമെന്ന് അവൾ ഭയപ്പെട്ടു. സുകന്യ ആശ്രമത്തിൽ ചെന്ന് മഹർഷിയോട് എല്ലാ കാര്യങ്ങളും ധരിപ്പിച്ചു. മഹർഷി അശ്വിനി ദേവകളെ ആശ്രമത്തിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം ദേവകളുടെ ഉപാധി അംഗീകരിക്കുകയും അങ്ങനെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ചികിത്സ കഴിഞ്ഞ മഹർഷിയോട് പുഴയിൽ പോയി മുങ്ങി നിവരുവാൻ അശ്വിനി ദേവന്മാർ ആവശ്യപ്പെട്ടു. ദേവന്മാരും അദ്ദേഹത്തോടൊപ്പം പുഴയിൽ മുങ്ങി. മുങ്ങി നിവർന്ന 3 പേരും ഒരുപോലെ കാണപ്പെട്ടു. 3 പേരിൽ നിന്നും തൻ്റെ ഭർത്താവിനെ കണ്ടെത്തുവാനാകാതെ സുകന്യ വിഷമിച്ചു. അവൾ ഭക്തിയോടെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു. പതിവ്രതയായ സുകന്യയെ ദേവി അനുഗ്രഹിച്ചു. ദേവിയുടെ അനുഗ്രഹത്താൽ സുകന്യ തൻ്റെ ഭർത്താവിനെ കണ്ടെത്തുകയും ചെയ്തു. തനിക്ക് യുവത്വവും കാഴ്ചയും തിരികെ ലഭിച്ചതിൽ മഹർഷി ഏറെ സന്തുഷ്ടനായി. അശ്വിനി ദേവകൾക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടതെന്ന് അദ്ദേഹം ചോദിച്ചു. ഈ സമയം ഇന്ദ്രൻ തങ്ങൾക്ക് സോമപാനം നിഷേധിച്ചിരിക്കുകയാണെന്നും ആ തടസ്സം മാറ്റിത്തന്നാൽ മതിയെന്നും അവർ ആവശ്യപ്പെട്ടു. മഹർഷി അവരുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഒരു ദിവസം ശൈര്യാധിരാജാവ് തൻ്റെ മകളായ സുകന്യയെ കാണുവാനായി ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ആശ്രമത്തിൽ അതിസുന്ദരനായ യുവാവിനെ കണ്ട രാജാവ് അമ്പരന്നു. ഒരു നിമിഷം അദ്ദേഹം തൻ്റെ മകളെ സംശയിച്ചു പോയി. സുകന്യയോട് അവൾ ചെയ്ത പ്രവൃത്തി ശരിയായില്ല എന്ന് അദ്ദേഹം ഉപദേശിച്ചു. തൻ്റെ അച്ഛൻ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സുകന്യ ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. തൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു ഭാഗ്യം കൈവന്നതിൽ അദ്ദേഹം അതിയായി സന്തോഷിച്ചു. ചവന മഹർഷി അശ്വിനി ദേവന്മാർക്ക് വേണ്ടി സോമയാഗം നടത്തണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. സന്തോഷത്തോടെ രാജാവ് അത് അംഗീകരിച്ചു. ഉടനെ തന്നെ യാഗം നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ചവന മഹർഷിയുടെ നേതൃത്വത്തിൽ സോമയാഗം ആരംഭിച്ചു. യാഗാംശം സ്വീകരിക്കുവാനായി ഇന്ദ്രാദി ദേവന്മാർ യാഗശാലയിൽ എത്തിച്ചേർന്നു. അവിടെ അശ്വിനി ദേവകളെ കണ്ട ഇന്ദ്രൻ കുപിതനായി. അവരെ അദ്ദേഹം തടഞ്ഞു. അതോടെ ചവന മഹർഷി ഇന്ദ്രനുമായി ഏറ്റുമുട്ടി. ഇന്ദ്രൻ ചവനൻ്റെ മേൽ വജ്രായുധം പ്രയോഗിക്കുവാൻ കൈകളുയർത്തി. എന്നാൽ ഇന്ദ്രൻ അത് സാധിച്ചില്ല. മഹർഷിയുടെ നോട്ടം കൊണ്ട് ഇന്ദ്രൻ നിശ്ചലനായിപ്പോയി.
മഹർഷി യാഗാഗ്നിയിൽ നിന്ന് മദൻ എന്നു പേരുള്ള ഒരു അസുരനെ സൃഷ്ടിച്ചു. ആ അസുരൻ ദേവകളെയെല്ലാം അടിച്ചോടിക്കുവാൻ തുടങ്ങി. പരിഭ്രാന്തനായ ഇന്ദ്രൻ മറ്റു വഴികളൊന്നുമില്ലാതെ ദേവഗുരുവായ ബൃഹസ്പതിയെ ധ്യാനിച്ചു. എന്നാൽ ബൃഹസ്പതി ആവട്ടെ ചവനമഹർഷിയെ തന്നെ അഭയം പ്രാപിക്കുവാൻ ഇന്ദ്രനെ ഉപദേശിച്ചു. അങ്ങനെ ഇന്ദ്രൻ്റെ അഭ്യർത്ഥനയിൽ മനസ്സലിഞ്ഞ മഹർഷി അദ്ദേഹത്തെ നിശ്ചലാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്ദ്രൻ അശ്വിനി ദേവകളോടുകൂടി ദേവലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ച്യവന മഹർഷിയുടെ ജരാനരകൾ മാറ്റി യുവത്വം വീണ്ടെടുക്കുന്നതിന് ഉപയോഗിച്ച മരുന്നാണ് ച്യവനപ്രാശം എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. ഇനി അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.